കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ RCR അല്ലെങ്കിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ കിടിലനായിട്ടുള്ള ഒരു വിധിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിനേക്കാളും മുൻപ് ആയിട്ട് ഭർത്താക്കന്മാർ RCR അല്ലെങ്കിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ് ഫയൽ ചെയ്യണമെന്ന് പറയാറുണ്ട്. പക്ഷേ പലരും ചോദിക്കാറുണ്ട്, അത് എന്തിനാണ് ഫയൽ ചെയ്യണത്, വെറുതെ ഒരു കേസ് ഫയൽ ചെയ്ത് കാശ് കളയുന്നത് എന്തിനാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അതിനുള്ളൊരു മറുപടി ആയിട്ട് നമുക്ക് ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരാം. അത് കേട്ടതിന് ശേഷം RCR ഫയൽ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് സ്വന്തമായി തീരുമാനിക്കാം. മുസ്ലിംസിന് ഫയൽ ചെയ്യാൻ പറ്റും, ക്രിസ്ത്യൻസിന് ഫയൽ ചെയ്യാൻ പറ്റും, ഹിന്ദുക്കൾക്കും ഫയൽ ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിഞ്ഞവർക്കും നമുക്ക് ഈ സംഗതികൾ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വിധി എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. വിധി ഇങ്ങനെയാണ് വന്നേക്കുന്നത്: വൈഫ് റിസൈഡിങ് എവേ ഫ്രം ഹസ്ബൻഡ് വിത്തൗട്ട് എനി റീസണബിൾ കോസ് നോട്ട് എൻടൈറ്റിൽഡ് ടു മെയിൻ്റനൻസ് എന്നാണ് പറഞ്ഞത്. എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളും ഒന്നുമില്ലാതെ തന്നെ ഭാര്യ ഭർത്താവിൽ നിന്നും അകന്ന് താമസിക്കുകയോ അകന്ന് ജീവിക്കുകയോ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെയുള്ള ഭാര്യയ്ക്ക് ഒരു തരത്തിലുള്ള മെയിൻ്റനൻസും കിട്ടുവാനായിട്ടുള്ള അവകാശമില്ല എന്നാണ് കോടതി പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് എന്താണ്, ഒരു കള്ളക്കേസാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ RCR ഫയൽ ചെയ്ത് അവർക്കുള്ള മണി ട്രാൻസ്ഫറിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ബ്ലോക്ക് ചെയ്താൽ നമ്മളൊരു 90% നമ്മുടെ കേസ് നമ്മുടെ ഭാഗത്താകും, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അല്ലാതെ നിങ്ങൾ ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൈസ മുടക്കേണ്ടത് വരും. ഡിവോഴ്സ് കഴിഞ്ഞാലും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഭാര്യ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് വരെയോ അല്ലെങ്കിൽ അവർക്ക് നാച്ചുറൽ ഡെത്ത് സംഭവിക്കുന്നത് വരെയോ പണം കൊടുക്കേണ്ടതായിട്ട് വരും. സോ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള പൈസ കേസ് കൊടുത്ത ആൾക്കാർക്ക് കൊടുക്കണ്ട എന്ന് നിങ്ങൾക്ക് 100% ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈക്കോടതി വിധി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ എന്താ പറയുക, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഭർത്താക്കന്മാർക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.